എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു ലഡുവാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അരിപ്പൊടി, റവ തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയതെന്നേ പറയൂ. ചക്കക്കുരുവിന്റെ തൊലി കളയാനുള്ള ബുദ്ധിമുട്ടാണ് കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ മടിക്കണ്ട. അതിനുള്ള ഒരു എളുപ്പ വഴിയും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരുവിന്റെ ബെനിഫിറ്റ്സ് ഏറെയാണ്. ചക്കക്കുരു തണുത്ത പാലിലിട്ടിട്ട് അത് മിക്സിയിലിട്ട് അരച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്തിലെ ചുളിവുകളൊക്കെ പോകും. അതുപോലെ ഡൈജക്ഷനും വേഗത്തിലാകുകയും ഫൈബർ കണ്ടന്റ് ഉള്ളതിനാൽ കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധി വരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗുണങ്ങളേറെയാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. പിന്നെ ചക്കക്കുരു നിങ്ങൾക്ക് കളയാനേ തോന്നില്ല. അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുകയും കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ വെള്ളത്തൊലിയൊക്കെ ഒന്ന് കളയാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 350 ഗ്രാം ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചക്കക്കുരു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ചക്കക്കുരുവിൻ്റെയും തൊലി കളയുക. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെക്കുക. ചക്കക്കുരു മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഇതിനകത്ത് തന്നെ വെക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. എന്നിട്ട് അത് വാങ്ങിയതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ അതിനകത്തിരുന്ന് വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റും. എന്നിട്ട് ഇതൊന്ന് നെടുകെ കീറിയിട്ട് ഇടുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു വെന്ത് പോകാൻ പാടില്ല. വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തൊലി കളയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് നോക്കുക തൊലി കളയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാതിരിക്കുക. അപ്പം തന്നെ വെള്ളം മാറ്റുക, അല്ലെങ്കിൽ അതിനകത്തിരുന്ന് വെന്ത് പോകും. അപ്പം നമുക്കിതുപോലെ തന്നെ എല്ലാ ചക്കക്കുരുവിൻ്റെയും തൊലി കളഞ്ഞ് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കണം. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഇത് ഞാനൊരു 3 വിസിലോളം അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരണം, അതുവരെ ഇത് വേവിക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. ഇപ്പോൾ മിക്സിയിലിട്ട് ഉടച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ സാധനം കൊണ്ട് ഉടയ്ക്കുക, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ വല്ലതും അടിഭാഗം കൊണ്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ചക്കക്കുരുവിൻ്റെ ലഡുവാണെന്ന് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1-2 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് തേങ്ങ ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇതിലെ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പഞ്ചസാരയും കൂടെ പൊടിച്ച് മിക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇത് ചെറിയ ഉരുളകളാക്കുക. ഉരുളയുടെ വലിപ്പമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ചക്കക്കുരുവിൻ്റെ ലഡുവാണെന്ന് മനസ്സിലാവത്തേ ഇല്ല. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് പഞ്ചസാരയിട്ട് ഒന്ന് റെഡ് കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇത് ഞാൻ ചുമ്മാ ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്.
അപ്പം നമ്മുടെ അടിപൊളി ചക്കക്കുരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്താന്ന് അറിയിക്കണം. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ളത് എൻ്റെ മെയിൽ ID ഫോട്ടോ അയച്ചു തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.